വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഏറ്റവും രസകരമായിട്ടുള്ള ഒരു വരി എന്നെ സ്വാധീനിച്ചിട്ടുള്ളത് ഇതാണ്. പച്ചയായ ജീവിതത്തിൽ ഓരോ മനുഷ്യനും ഒരു അനാഥ ജീവിയാണ് എന്ന് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നുണ്ട്. അതുപോലെ തന്നെ എഴുത്തുകാരിയായിട്ടുള്ള KR മീര പറയുന്ന ഒരു രസകരമായ ഒരു വരിയുണ്ട്. അതേറെ പ്രചോദനാത്മകമായ ഒന്നാണ്. അത് മറ്റൊന്നുമല്ല, അവർ പറയുന്നുണ്ട്, ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് അയാളെ മറ്റുള്ളവർ സ്നേഹിക്കുമ്പോഴാണ്. എപ്പോഴെങ്കിലും ആ സ്നേഹമില്ലാതെ നമ്മൾ തളർന്നു പോകുന്നു എന്ന് നമുക്ക് തോന്നി തുടങ്ങുമ്പോൾ സർവ്വശക്തിയും എടുത്ത് നമ്മൾ നമ്മളെ സ്നേഹിക്കണം എന്ന് പറയും. നമസ്കാരം, ബിനോജ് മാഷ്. VC ടോക്സിൻ്റെ പുതിയ വർത്തമാനത്തിലേക്ക് പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് പറയുന്നത്, നമുക്കറിയാം, നമ്മൾ എല്ലായ്പ്പോഴും പറയുന്നതാണ് മനസ്സമാധാനം വേണം, അല്ലേ? നന്നായി ഒന്ന് ഉറങ്ങണം. പലപ്പോഴും പല വിഷയങ്ങളും നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ കയറി വന്ന് പല ചിന്തകളിലേക്കും നമ്മളിങ്ങനെ വഴിമാറി പോയി പലപ്പോഴും ഉറക്കം കിട്ടാറില്ല. നമ്മൾ പറയും ഡോസ് എന്ന് പറയുന്ന ഹോർമോണിനെ പറ്റിയൊക്കെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഡോസ് എന്ന് പറയുന്നത് ഡോപ്പമൈൻ, അതുപോലെ തന്നെ ഓക്സിറ്റോസിൻ, അതുപോലെ തന്നെ സിറോട്ടോണിൻ, എൻഡോർഫിൻ പോലെയുള്ള ഒരുപാട് ഹാപ്പി ഹോർമോൺസ് ഉണ്ട്. ഈ ഹോർമോണൊക്കെ സന്തുലിതമായി നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് നന്നായിട്ട് ഉറക്കം കിട്ടുക. പലപ്പോഴും നമുക്ക് മനസ്സമാധാനം ഇല്ലാതെ ഉറക്കം കിട്ടാറില്ല. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വർത്തമാനത്തിൽ ഞാൻ പറയുന്നത് ചെറിയൊരു സൂത്രമാണ് മനസ്സമാധാനം കിട്ടാനുള്ളത്. ഈ ഒരു സൂത്രം കൊണ്ട് മാത്രം നമുക്ക് മനസ്സമാധാനം കിട്ടുമെന്നുള്ള ഒരു ധാരണ പരിപൂർണമായൊന്നും പറയുന്നില്ല. പക്ഷെ നമുക്കത് എന്ത് ചെയ്യാം, പ്രയോഗിക്കാൻ കഴിയാവുന്ന ഒന്നാണ്. നമുക്ക് നന്നായിട്ട് ഉറക്കം കിട്ടും എന്നുള്ളത് തർക്കമില്ലാത്തൊരു കാര്യമാണ്. ഉറക്കം വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സമാധാനം ഉണ്ടാവുക എന്നുള്ളത് തന്നെയാണ്. എന്താണ് ഇതെന്നുള്ളതല്ലേ? നമ്മൾ കുറേ വാക്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ടല്ലേ? യേശു ക്രിസ്തുവിൻ്റെ ഏറ്റവും നമ്മളെ സ്വാധീനിച്ച വാക്കുകളാണ് നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്നൊരു വാക്ക്. അതുപോലെ തന്നെ ഖുർആനിലെ ഒരു ചൊല്ലുണ്ട്. അതിൽ പറയുന്നുണ്ട്, രണ്ടുപേര് വഴക്കടിച്ചിരിക്കുന്ന സമയത്ത് ആദ്യം ആരാണോ വർത്തമാനം പറയാൻ തുടങ്ങുന്നത്, ആദ്യം ആരാണോ വഴക്ക് അവസാനിപ്പിച്ച് മിണ്ടാൻ തുടങ്ങുന്നത്, അയാൾക്കാണ് സ്വർഗം എന്നൊക്കെ പറയാറുണ്ട്. ഇതുപോലെ തന്നെ ഭഗവത്ഗീതയും ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഞാനിവിടെ ഇന്ന് ഭഗവത്ഗീതയെയും NLPയെയും ഒന്ന് കണക്ട് ചെയ്യാനുള്ള ഒരു ചെറിയ വാക്യത്തിലൂടെ കണക്ട് ചെയ്യാനുള്ള ശ്രമമാണ് നടത്തുന്നത്. നമുക്കറിയാം, ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്, ആത്മരിപശ്യാത്മനോ ബന്ധുഹു ആത്മരിപ രിപുരാത്മന എന്ന് പറയുന്നുണ്ട്. മനുഷ്യരാകുന്ന നമ്മൾക്ക് നമ്മുടെ ശത്രു എന്ന് പറയുന്നത് നമ്മൾ മാത്രമാണ്. നമ്മളുടെ ബന്ധു എന്ന് പറയുന്നതും നമ്മളാണ്. അവനവൻ്റെ ബന്ധുവും അവനവൻ്റെ ശത്രുവും ഒക്കെ അവനവൻ തന്നെയാണ്. NLPയും ഇങ്ങനെയാണ് പറയുന്നത്. നമ്മളുടെ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മളുടെ മനസ്സ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. മനുഷ്യനാകമാനം തന്നെ വളരെ പ്രധാനപ്പെട്ടതാണെന്ന് പറയുന്ന ഒരു നിയോ ഫ്രോയിഡിയൻ കോൺസെപ്റ്റാണ് NLP, ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാം. ഇതിനെപ്പറ്റി നമ്മൾ മുമ്പൊക്കെ പറയേണ്ടായിട്ടുണ്ട്. എന്തായാലും NLPയുമായി വിശദമായ ഒരു വീഡിയോ, ഒരു വർത്തമാനം നമുക്ക് പിന്നീട് കേൾക്കുകയും ചെയ്യാൻ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. പലരും അതിനെപ്പറ്റി പറയണമെന്ന് ആവശ്യപ്പെടാറുണ്ട്. അപ്പോൾ NLP പറയുന്ന അതിൻ്റെ ഒരു പ്രീ സപ്പോസിഷൻ ഉണ്ട്, ഒരു വാക്യമുണ്ട്. അതിൽ NLP പറഞ്ഞു വെക്കുന്നത്, വി ഹാവ് ഓൾ റിസോഴ്സസ് വി നീഡ്. നമുക്ക് ആവശ്യമുള്ള എല്ലാ റിസോഴ്സസും നമ്മളിൽ ഉണ്ട് എന്നുള്ളതാണ്, അല്ലേ? അതായത് ഭഗവത്ഗീതയിൽ നേരത്തെ പറഞ്ഞതുപോലെ പറയുന്നത്, നേരത്തെ പറഞ്ഞു, അതായത് എൻ്റെ ബന്ധു എന്ന് പറയുന്നത് ഞാനാണ്, എൻ്റെ ശത്രു എന്ന് പറയുന്നത് ഞാനാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സമാധാനം തരാത്തതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം നമ്മളാണ്. നമ്മളെ ആശ്വസിപ്പിക്കേണ്ടത് നമ്മളാണ്. എന്നെ ആശ്വസിപ്പിക്കേണ്ടത് ഞാനാണ്. എനിക്ക് ആത്മവിശ്വാസം തരേണ്ടത് ഞാനാണ്. എന്നെ ഉയർത്തേണ്ടത് ഞാനാണ്. എന്നെ തളർത്തുന്നത് ഞാനാണ്. എന്നെ വളർത്തുന്നത് ഞാനാണ്. എനിക്ക് സമാധാനം തരുന്നതൊക്കെ ഞാൻ തന്നെയാണ്. എന്നെ പ്രോത്സാഹിപ്പിക്കുന്നത് ഞാനാണ്. അപ്പോൾ മറ്റാരുമല്ല എന്നുള്ളതാണ്. അപ്പോൾ എല്ലാം നമ്മളിൽ തന്നെയുണ്ട്. അതുകൊണ്ടാണ് ബഷീറും പറഞ്ഞത്, പച്ചയായ ജീവിതത്തിൽ ഓരോ മനുഷ്യരും ഒരു അനാഥ ജീവിയാണ്. KR മീരയും പറഞ്ഞു വെച്ചത്, എപ്പോഴെങ്കിലും നമ്മൾ തളർന്നു പോകുന്നു തോന്നുമ്പോൾ നമ്മൾ ശക്തി കൊടുക്കേണ്ടത് നമ്മൾക്ക് തന്നെയാണ്. നമ്മൾ സ്നേഹിക്കേണ്ടത് നമ്മളെ തന്നെയാണ്. സെൽഫ് ലവ് ഒക്കെ അതിൻ്റെ ഭാഗമാണ്. പ്രിയപ്പെട്ടവരെ, ഇവിടെ ഒരു സൂത്രത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. നമുക്കറിയാം, പലപ്പോഴും നമ്മൾ പല ആളുകളെയും നമ്മൾ ശത്രുക്കളായിട്ടൊക്കെ മനസ്സിൽ തീരുമാനിക്കാറുണ്ട്. അല്ലെങ്കിൽ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് പെരുമാറാത്ത എല്ലാ ആളുകളെയും നമ്മൾ ശത്രുക്കളായി കണ്ടുവരാറുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇന്നത്തെ ഒരു സൂത്രം എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, നമ്മൾ വെറുക്കുന്ന ആളുകളുടെ ഒരു ലിസ്റ്റ് നമ്മളും തയ്യാറാക്കുക. നമുക്ക് ആരെയൊക്കെ ഇഷ്ടമല്ല എന്ന് പറയുന്ന ആളുടെ ലിസ്റ്റ് നമ്മളും തയ്യാറാക്കുക. എന്നിട്ട് നമ്മൾ തന്നെ ചെയ്യണം എന്ത്, നമ്മളെ വെറുക്കുന്നവരുടെ ലിസ്റ്റും നമ്മൾ തയ്യാറാക്കണം. എനിക്ക് തോന്നുന്നു NLP ഒക്കെ പറഞ്ഞു വെക്കുന്നത് ഈ രണ്ട് ലിസ്റ്റുകളും തമ്മിൽ ചെറിയൊരു ബന്ധം ഉണ്ടാവും എന്നുള്ളതാണ്.
നമ്മൾ വെറുക്കുന്ന ആളുകളുടെ ലിസ്റ്റും നമ്മളെ വെറുക്കുന്നവരുടെ ലിസ്റ്റും തമ്മിൽ ചെറിയൊരു ബന്ധം ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഇവിടെ നമ്മൾ പ്രയോഗിക്കാൻ കഴിയുന്ന ഒരു സൂത്രം എന്താ? നമ്മൾ വെറുക്കുന്നവരുടെ ലിസ്റ്റ് പതിയെ നമ്മളൊന്ന് ഇല്ലാതാക്കുക. അതാണ് നേരത്തെ പറഞ്ഞത്. ഖുർആൻ പറഞ്ഞു വെച്ചതും അതാണ്. രണ്ടുപേർ വഴക്കടിക്കുമ്പോൾ ആരാണോ ആദ്യം മിണ്ടാൻ തുടങ്ങുന്നത് അയാൾക്കാണ് സ്വർഗം എന്നുള്ളത്. അത് തന്നെയാണ് ഞാനും ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്. മറ്റൊന്നുമല്ല, നമ്മൾ അത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി വെച്ചുകൊണ്ട് നമ്മൾ വെറുക്കുന്നവരുടെ ലിസ്റ്റ് നമ്മൾ ഇന്നു മുതൽക്ക് അങ്ങോട്ട് കട്ട് ചെയ്ത് കളയുക. എല്ലാവരോടും നന്നായി വർത്തമാനം പറയാനും എല്ലാവരോടും നന്നായി ഇടപെടാനും എല്ലാവരെയും ആത്മാർത്ഥമായി സ്നേഹിക്കാനും തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മളെ വെറുക്കുന്നവരുടെ ലിസ്റ്റും പതിയെ പതിയെ ഇല്ലാതാക്കി എടുക്കാൻ വേണ്ടി നമുക്ക് സാധിക്കുമെന്നുള്ളതാണ്. ഈ രീതി നമ്മളൊന്ന് പ്രയോഗിക്കാൻ തുടങ്ങിയാൽ പ്രിയപ്പെട്ടവരെ, നമുക്ക് മനസ്സമാധാനം താനേ വരും, ഉറക്കം താനേ വരും. നേരത്തെ പറഞ്ഞ ഡോസ് പോലെയുള്ള ഹോർമോണുകളൊക്കെ ഡോപ്പമൈനും ഓക്സിറ്റോസിനും സിറോട്ടോണിനും എൻഡോർഫിനും ഒക്കെ സമൃദ്ധിയായി നമ്മളിൽ ഉണ്ടായി തുടങ്ങുമെന്നുള്ളതാണ്. എന്തായാലും ഇത്തരം വർത്തമാനങ്ങളുടെ ശകലവുമായി നമുക്ക് വീണ്ടും കാണാം. ഇതൊക്കെ പ്രിയപ്പെട്ടവർക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും നിർദ്ദേശങ്ങൾ ഉണ്ടെങ്കിൽ കമന്റായി രേഖപ്പെടുത്തുക. അഭിപ്രായങ്ങൾ തീർച്ചയായും രേഖപ്പെടുത്തണം, കമന്റായി രേഖപ്പെടുത്തുക. ഇത് ഗുണകരമാണെന്ന് തോന്നുകയാണെങ്കിൽ മറ്റുള്ള പ്രിയപ്പെട്ടവർക്കായി പങ്കുവയ്ക്കുക. മറ്റൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം.